വേനൽ ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് ജോലി സമയത്തിൽ പുനഃക്രമീകരണം. വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം മെയ് 10 വരെ പുനഃക്രമീകരിച്ചു. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിൽ 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, വെൽക്കം ടു വിമൻസ് ഈവനിംഗ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട് ഇതോടൊപ്പം? പ്രവിത, ഗുഡ് ഈവനിംഗ്. പ്രവിത സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് പകൽ താപനില ഉയരുകയാണ്. അതായത് പകൽ ചൂട് വളരെയധികം കൂടുതലാണ് പലയിടങ്ങളിലും. 34 ഡിഗ്രി സെൽഷ്യസും 35 ഡിഗ്രി സെൽഷ്യസും അതിനു മുകളിലുമൊക്കെ പലയിടങ്ങളിലും ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ, ഇങ്ങനെ താപനില ഉയരുന്ന പശ്ചാത്തലത്തിലാണ് തൊഴിൽ സമയം പുനഃക്രമീകരിച്ച സംസ്ഥാന തൊഴിൽ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ് 10 വരെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്താണ് ലേബർ വകുപ്പിന്റെ ഈ തീരുമാനം. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്ത് 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. പകൽ സമയം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 3 മണി വരെ വിശ്രമവേളയായിരിക്കും എന്ന് തൊഴിൽ വകുപ്പ് അറിയിക്കുന്നു. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നതെന്ന് ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ലേബർ ഓഫീസർ, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ, ഒപ്പം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് ദൈനംദിന പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കുന്നു. കൺസ്ട്രക്ഷൻ, റോഡ് നിർമ്മാണ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകി പരിശോധന ഉറപ്പാക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലുള്ള സ്ഥലങ്ങളിൽ, അതായത് കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്ത മേഖലകളെ ഈ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായും ലേബർ കമ്മീഷണർ അറിയിക്കുന്നു. പ്രവിത, ശരി, നിങ്ങളെപ്പോലുള്ള റിപ്പോർട്ടേഴ്സിനും ഇതൊക്കെ ബാധകമാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങളും വെയിലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി വെള്ളമൊക്കെ കുടിക്കുക, പരമാവധി വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക, പറയണമെന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും നമുക്ക് ചില മുൻകരുതലുകൾ, കളർക്കൂടകൾ എടുക്കുക. പണ്ടൊക്കെ കളർക്കൂടയൊക്കെ ചൂടി നടക്കുമ്പോൾ കളിയാക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. കളർക്കൂട ചൂടി വെയിലത്ത് പോവുക, അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക, ഡയറക്റ്റ് സൺലൈറ്റ് അത് അടിക്കാതെ നോക്കുക, കണ്ണട ഒക്കെ വെക്കാൻ, സൺഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റിയ അതൊക്കെ നല്ല കാര്യമാണ്. ഇനി അത് സാധിക്കാത്തവർ ഈ 3 മണിക്കൂർ കൃത്യമായിട്ട് വിശ്രമിക്കുക എന്നുള്ളത് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ജലീകരണത്തിന് സാധ്യതയുണ്ട്. നന്നായി ഫ്രൂട്ട്സ് ഒക്കെ പരമാവധി കഴിക്കുക. ഒരുപാട് നമ്മൾ വലിച്ചു വാരിയിട്ടുള്ള ഭക്ഷണത്തെക്കാൾ ഇങ്ങനെയുള്ള പുരാണം ഷൂട്ടിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക. 12 മുതൽ 3 മണി വരെയാണ് വിശ്രമവേള. ആ സമയത്ത് ഒഴിവാക്കാൻ പറ്റിയാൽ ഒഴിവാക്കുക.